PNG കണക്ഷനുള്ള ഉപഭോക്താക്കൾ LPG സിലിണ്ടർ കണക്ഷൻ സറണ്ടർ ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിർദ്ദേശം. നിശ്ചിത ദിവസത്തിനകം LPG ഒഴിവാക്കിയില്ലെങ്കിൽ അത് റദ്ദാവുമെന്നാണ് ഗുണഭോക്താക്കൾക്ക് കിട്ടിയ വിവരം. പലർക്കും പല സമയപരിധിയാണ് നൽകിയിട്ടുള്ളത്. PNG കണക്ഷനുള്ള ഉപഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. LPG സിലിണ്ടർ കണക്ഷൻ സറണ്ടർ ചെയ്യണമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയ നിർദ്ദേശം ഇറക്കിയിട്ടുണ്ട്. പൈപ്പ് വഴിയുള്ള ഗ്യാസ് കണക്ഷൻ അഥവാ PNG ഉണ്ടെങ്കിൽ LPG കണക്ഷൻ നിർബന്ധമായും ഒഴിവാക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പക്ഷം. ഇക്കാര്യം വ്യക്തമാക്കുന്ന സന്ദേശം ഗുണഭോക്താക്കൾക്ക് പാചകവാതക വിതരണ ഏജൻസികൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. ഒരു വീട്ടിൽ LPGയും പൈപ്പ് ഗ്യാസും ഒരുമിച്ച് കൈവശം വെക്കുന്നത് കേന്ദ്ര സർക്കാർ വിലക്കിയിട്ടുണ്ടെന്നും രണ്ടുമുണ്ടെങ്കിൽ LPG ഒഴിവാക്കണമെന്നുമാണ് വരുന്ന നിർദ്ദേശം. നിശ്ചിത ദിവസത്തിനകം തന്നെ LPG ഒഴിവാക്കിയില്ലെങ്കിൽ അത് റദ്ദാക്കുമെന്നാണ് ഗുണഭോക്താക്കൾക്ക് കിട്ടിയ വിവരം. പലർക്കും പല സമയപരിധിയാണ് നൽകിയിരിക്കുന്നത്. അതേസമയം പൈപ്പ് ലൈൻ ഒഴിവാക്കാനുള്ള അവസരമില്ല. ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡാണ് പൈപ്പ് വഴി പ്രകൃതിവാതകം എത്തിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് LPG ഗുണഭോക്താക്കൾ PNGയിലേക്ക് മാറണമെന്ന് മാർച്ച് 25-ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ആ ഉത്തരവാണ് ഇപ്പോൾ കടുപ്പിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ പുതിയ നിർദ്ദേശത്തോടെ LPG സബ്സിഡി കിട്ടുന്ന ഉജ്വൽ യോജന ഉപഭോക്താക്കളും ആശങ്കയിലായിട്ടുണ്ട്. പാചകവാതക പ്രതിസന്ധി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പുതിയ LPG കണക്ഷൻ നൽകാനോ അധിക സിലിണ്ടർ അനുവദിക്കാനോ തയ്യാറായിട്ടില്ല. പുതിയ വീടെടുത്ത് മാറുന്നവരുൾപ്പെടെ ഇത് കാരണം ബുദ്ധിമുട്ടുകയാണ്. ഗ്രാമീണ മേഖലയിൽ ഇപ്പോഴും 45 ദിവസം കഴിഞ്ഞാൽ മാത്രമേ സിലിണ്ടർ മാറ്റാൻ അപേക്ഷിക്കാനാവുകയുള്ളൂ. നഗരമേഖലകളിലാണെങ്കിൽ ഇത് 25 ദിവസമാണ്. കമ്പനികൾക്കനുസരിച്ച് വ്യത്യാസവും വരാറുണ്ട്. എന്തായാലും PNG കണക്ഷനുള്ള വീടുകളിൽ LPG കണക്ഷൻ റദ്ദാക്കണമെന്ന കർശന നിർദ്ദേശമാണ് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. PNG ഒഴിവാക്കി LPG ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഇതുവരെയും കേന്ദ്രം നൽകിയിട്ടില്ല. നിർബന്ധമായും PNG ഉണ്ടെങ്കിൽ LPG റദ്ദാക്കപ്പെടും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.